വെച്ചു. 283-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുരേഷ്, നോർത്ത് പറവൂർ കൈതാരം സ്വദേശി, സ്റ്റാർ പ്ലാറ്റിനം അച്ചീവറാണ്. പിന്നെ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് ദേവകി മാഡത്തിനെ വെൽക്കം ചെയ്യുന്നു. ഹലോ, നമസ്കാരം. JRCO ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ദേവകി. ഞാൻ ഒളിയന്നൂർ താമസിക്കുന്നു. ഓപ്പണർ ലെവലിൽ നിൽക്കുന്നു. ആദ്യമായി നമുക്ക് ഈ നന്മയുള്ള പ്രസ്ഥാനം കൊണ്ടുവന്ന TCയെ നമിക്കാം. പിന്നെ കേരളത്തിലേക്ക് RCM കൊണ്ടുവന്ന ഗോപകുമാർ സാറിനെയും മൂർത്തി സാറിനെയും മറ്റുള്ള എല്ലാ ലീഡേഴ്സിനെയും നമുക്ക് ഈ സൂമിലേക്ക് സ്വാഗതം ചെയ്യാം. പിന്നെ നമ്മുടെ ഗുരുനാഥൻ ഗിരീഷ് സാറിനെയും ഈ സൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും അധ്യാപകനായ പ്ലാറ്റിനം സുരേഷ് സാറിനെയും ഈ സൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഗുരുനാഥൻ ദിനേഷ് സാറിനെയും പിന്നെ പ്ലാറ്റിനം അച്ചീവർ അശോകൻ സാറിനെയും ഈ സൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും പുതിയതായി വന്നിട്ടുള്ള എല്ലാവരെയും സൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർ നടത്തിപ്പിനായിട്ട് സുരേഷ് സാറിന് മൈക്ക് കൈമാറുന്നു. JRCO. അപ്പോൾ വളരെ നല്ല രീതിയിൽ ദേവകി മാഡം എല്ലാവരെയും വെൽക്കം ചെയ്തു. നമ്മൾ ഇന്നലെ എന്തൊക്കെ പഠിച്ചു? ഇന്നലെ നമ്മൾ BMI പഠിച്ചു. അതിനുശേഷം ബോഡി ഫാറ്റിനെ കുറിച്ച് പഠിച്ചു. അത് രണ്ടും പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും നമ്മുടെ സമയം തീർന്നു. മൂന്നാമത്തെ പോയിന്റാണ്. എല്ലാവരും നോട്ട് ബുക്കും പേനയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എടുത്തിട്ടുണ്ട് എല്ലാവരും? ഉണ്ട് സാറേ. മൂന്നാമത്തെ പോയിന്റാണ് ബോഡി ടൈപ്പ്. ബോഡി ടൈപ്പ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ബോഡി ടൈപ്പ്. മൂന്ന് തരം ബോഡി ഉണ്ട്. മെലിഞ്ഞ ശരീരപ്രകൃതി, അത്ലറ്റിക് ശരീരപ്രകൃതി, മൃദുവായതും വട്ടത്തിലുള്ളതുമായ ശരീരപ്രകൃതി. അങ്ങനെ 3 ശരീരപ്രകൃതി ഉണ്ട്. എഴുതിയോ? മെലിഞ്ഞ ശരീരപ്രകൃതി, അത്ലറ്റിക് ശരീരപ്രകൃതി, മൃദുവായതും വട്ടത്തിലുള്ളതുമായ ശരീരപ്രകൃതി. എഴുതിയില്ലേ? എഴുതി സാർ. ഇനി മെലിഞ്ഞ ശരീരപ്രകൃതി എങ്ങനെയാണ്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. മെലിഞ്ഞ ശരീരപ്രകൃതി മഞ്ജു മാഡം ഇപ്പൊ കയറിയിട്ടുള്ളൂ. നമ്മള് ബോഡി ടൈപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ്. മഞ്ജു മാഡം കേൾക്കണ്ടല്ലോ? കേൾക്കുന്നുണ്ട് സാർ. ഞാനത് എഴുതി വെച്ച് ബോഡി ടൈപ്പ് എന്ന് ഇന്നലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 3 തരത്തിലുള്ള ശരീരപ്രകൃതി ഉണ്ട് നമുക്ക്. ഒന്ന് മെലിഞ്ഞ ശരീരപ്രകൃതി, ഒന്ന് മെലിഞ്ഞ ശരീരപ്രകൃതി, 2 അത്ലറ്റിക് ശരീരപ്രകൃതി, മൂന്നാമത്തത് മൃദുവായതും വട്ടത്തിലുള്ളതുമായ ശരീരപ്രകൃതി. നോട്ട് ചെയ്തില്ലേ? എഴുതി. മഞ്ജു മാഡം എഴുതിയില്ലേ? എഴുതണ സാറേ. എഴുതണ്ട. ഞാൻ വിശദീകരിച്ചോട്ടെ അതിനെ കുറിച്ച്. മെലിഞ്ഞ ശരീരപ്രകൃതി വളരെ വേഗത്തിലുള്ള മെറ്റാബോളിസവും ചെറിയ അസ്ഥികളും ഉള്ളതുകൊണ്ട് ഇവർക്ക് ഭാരമോ പേശികളോ
കൂട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ, മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആൾക്കാരെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളണം. അവരെ ഒന്ന് പുഷ്ടിപ്പെടുത്താനായിട്ട് നമ്മുടെ ന്യൂട്രിചാർജ് അതിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സാധിക്കും. അപ്പം വളരെ വേഗത്തിലുള്ള മെറ്റാബോളിസവും ചെറിയ അസ്ഥികളും ഉള്ളത് കൊണ്ട് ഇവർക്ക് ഭാരമോ പേശികളോ കൂട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് മെലിഞ്ഞ ശരീരപ്രകൃതിയുടെ ലക്ഷണം. അടുത്തത് അത്ലറ്റിക് ശരീരപ്രകൃതി. സ്വാഭാവികമായി തന്നെ നല്ല പേശിബലവും വീതിയുള്ള തോളും ഇടുങ്ങിയ അരക്കെട്ടും ഉള്ള ശരീരം. ഇവർക്ക് എളുപ്പത്തിൽ ഭാരം കുറയ്ക്കുവാനും കൂട്ടുവാനും സാധിക്കും. അതാണ് അത്ലറ്റിക് ശരീരപ്രകൃതി. സ്വാഭാവികമായി തന്നെ നല്ല പേശിബലവും വീതിയുള്ള തോളും ഇടുങ്ങിയ അരക്കെട്ടും ഉള്ള ശരീരം എളുപ്പത്തിൽ ഭാരം കുറയ്ക്കുവാനും കൂട്ടുവാനും സാധിക്കും. അടുത്തതാണ് മൃദുവായതും വട്ടത്തിലുള്ളതുമായ ശരീരപ്രകൃതി. ഇവർ പെട്ടെന്ന് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നവരും എളുപ്പത്തിൽ ശരീരഭാരം വർദ്ധിക്കുന്നവരും ആയിരിക്കും. ഇവരിലാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങളൊക്കെ കയറി വരുന്നത്. പിന്നെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവർക്കും അസുഖങ്ങൾ വരും. മൃദുവായതും വട്ടത്തിലുള്ളതുമായ ശരീരപ്രകൃതി ഉള്ളവർക്ക് ഈ അസുഖങ്ങൾ വരും. ഇവർ പെട്ടെന്ന് കൊഴുപ്പടിഞ്ഞു കൂടുന്നവരും എളുപ്പത്തിൽ ശരീരഭാരം വർദ്ധിക്കുന്നവരും ആയിരിക്കും. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. ഈ ബോഡി ടൈപ്പ് എന്ന് നമ്മുടെ ഈ ഇതിനകത്ത് ബോഡി സ്കാനറിൽ കാണിക്കുമ്പോൾ അതിങ്ങനെ ചുമന്നതായിട്ട് കാണിക്കുന്നതാണ് ഈ മൃദുവായതും വട്ടത്തിലുള്ളതുമായ ശരീരപ്രകൃതിയുടെ ഇത് കാണിക്കുന്നത്. ഈ ബോഡി സ്കാനിങ് ഞാൻ ഒരു ദിവസം പഠിപ്പിച്ചു തരാം. ഇനി ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ് എന്താണെന്ന് നോക്കാം. നാലാമത്തെ പോയിന്റ് ആണ് ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ്. ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ്, FAT ബോഡി BODY വെയിറ്റ് WEIGHT വെയിറ്റ്. ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ് എന്താണ്? ശരീരഭാരത്തിൽ നിന്നും കൊഴുപ്പിന്റെ ഭാരം കുറച്ച് കഴിച്ചുള്ള ബാക്കി വരുന്ന ഭാരത്തെയാണ് ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. ശരീരഭാരത്തിൽ നിന്നും കൊഴുപ്പിന്റെ ഭാരം കുറച്ച് കഴിച്ചുള്ള, അതായത് ശരീരഭാരത്തിൽ നിന്നും കൊഴുപ്പിന്റെ ഭാരം കുറച്ച് കഴിച്ചുള്ള ബാക്കി വരുന്ന ഭാരത്തെയാണ് ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ എല്ലുകൾ, പേശികൾ, അവയവങ്ങൾ, ശരീരത്തിലെ ജലം എന്നിവയുടെ എല്ലാം ആകെ തുകയാണ് ഇത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ എല്ലുകൾ, പേശികൾ, അവയവങ്ങൾ, ശരീരത്തിലെ ജലം എന്നിവയുടെ എല്ലാം ആകെ തുകയാണിത്. അപ്പം മൊത്തം ഭാരത്തിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ എല്ലുകളുടെയും പേശികളുടെയും അവയവങ്ങളുടെയും ജലത്തിൻ്റെ തൂക്കത്തിനെയാണ് ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ആ ഭാഗം പിടികിട്ടിയോ? എന്താ പറഞ്ഞത്? പിടികിട്ടിയോ?
മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, ധൈര്യമായിട്ട് ചോദിച്ചോ, പറഞ്ഞുതരാം. ഏത് സാറേ, മനസ്സിലായല്ലോ അല്ലേ? ഒന്നും കൂടി മനസ്സിലായി പറഞ്ഞാൽ സർ. കൊള്ളാറുണ്ട്. ഒന്നും കൂടി പറഞ്ഞാൽ കൊള്ളാറുണ്ട് സാറേ. ഒന്നും കൂടി പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഓക്കെ, നല്ല നമ്മുടെ ശരീരത്തിന്റെ മൊത്തം വെയിറ്റിൽ നിന്ന് നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലുകളുടെയും ജലത്തിന്റെയും പേശികളുടെയും അവയവങ്ങളുടെയും മൊത്തം തൂക്കം എടുക്കുന്നതിനെയാണ് ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. ആ പിടികിട്ടിയോ? ആ ശരീരത്തിന്റെ മൊത്തം തൂക്കം എന്ന് പറയുമ്പോൾ അതിനകത്ത് കൊഴുപ്പുകളൊക്കെ ഉണ്ടാവും, കുറെ അതൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഈ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും ഐറ്റങ്ങളുടെ തൂക്കത്തിനെയാണ് ഫാറ്റ് ഫ്രീ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായോ? യെസ് സർ. ദേവകി മാഡത്തിന് മനസ്സിലായോ? ഓക്കെ സാർ. നമ്മൾ പഠിച്ചു. അടുത്തതാണ് സബ് ക്യൂട്ടേനിയസ് ഫാറ്റ്. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എഴുതിക്കോ. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്താണ്? സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്താണ്? ചർമ്മത്തിന്റെ തൊട്ട് താഴെയുള്ള കൊഴുപ്പിന്റെ പാളിയെയാണ് ഇത്. ചർമ്മത്തിന്റെ തൊട്ട് താഴെയുള്ള കൊഴുപ്പിന്റെ പാളിയാണ് ഇത്. ഏത്? സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്. അപ്പൊ ഈ നമ്മള് ഈ കയ്യിന്റെ ഒക്കെ തൊലി ഇങ്ങനെ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊഴുപ്പൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ തൊട്ട് താഴെ, ചർമ്മത്തിനകത്ത് തൊട്ട് താഴെ കാണുന്ന പാളിയെയാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത്. എഴുതിയോ എല്ലാവരും? ഈ മായൻ സാറിന്റെ കയ്യിലൊക്കെ ആ ചാർട്ട് ഷീറ്റ് ഉണ്ടാവും, വേണമെങ്കിൽ അതെടുത്ത് അടുത്ത് വെച്ചോ കേട്ടാ. ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ അതിനകത്ത് ഉണ്ടോന്നുള്ളത് എടുത്ത് അടുത്ത് വെച്ച് നോക്കിക്കോ. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, ചർമ്മത്തിന്റെ തൊട്ട് താഴെയുള്ള പാളിയെയാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത്. സ്കിന്നിൽ പിടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അത്. അത് എന്തിനാണ് ശരീരത്തിൽ വന്നിരിക്കുന്നത്? ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകാനും താപനില നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു. എന്നാൽ ഇതിന്റെ അളവ് കൂടുന്നത് ശരീരത്തിന്റെ ആകൃതിയെയും ആരോഗ്യത്തെയും ബാധിക്കും. ശരീരത്തിന്റെ ആകൃതിയെയും ആരോഗ്യത്തെയും ബാധിക്കും. ഇതെവിടെയൊക്കെ കാണും? ഏറ്റവും കൂടുതലായിട്ട് എവിടെയൊക്കെ കാണും? നമുക്ക് നോക്കാം. വയറ്, തുട, ഇടുപ്പ്, കൈകൾ, ഈ ഭാഗത്താണ് ഇത് അധികം അടിഞ്ഞുകൂടുന്നത്. എവിടേക്കാണ്? വയറ് പിടിച്ചു നോക്കിയാൽ കാണാം, ഇങ്ങനെ ഇങ്ങനെ കിടക്കും, ബലൂൺ പോലെ ഇങ്ങനെ കിടക്കും. അത് ഫാറ്റാണ്. അതെപ്പോഴും നല്ല ഉറച്ച് ഇരിക്കണം. ഇത് ഈ 6 പാക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ഇരിക്കണം. ഇപ്പൊ വയറിന്റെ ഭാഗത്ത് തൊട, ചില ആൾക്കാരുടെ കാലൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറഞ്ഞ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ വെള്ളം നിറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണോ അതുപോലെയാണ് ചില ആൾക്കാരുടെയൊക്കെ തൊട. ഇടുപ്പ്, കൈകളൊക്കെ ഇങ്ങനെ ഒരു പുളുന്താൻ പോലത്തെ കൈകള്,
അതൊക്കെ ഇങ്ങനെ ഈ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുണ്ടാവുന്നതാണ്. ഇത് അധികമായാല് വരുന്ന രോഗങ്ങള്, ഈ സംഭവം സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് അധികമായാൽ വരുന്ന രോഗങ്ങൾ പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പ്രമേഹവും ഹൃദ്രോഗവും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പൊ ഇത് പറഞ്ഞുതരാൻ നമ്മൾ ബോഡി സ്കാൻ ചെയ്ത് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുടെ കാഴ്ചയിൽ തന്നെ നമുക്ക് അവരുടെ എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഇത് കുറയ്ക്കാനും പറ്റും. വ്യായാമം ചെയ്യണം, നല്ലതുപോലെ വ്യായാമം ചെയ്യണം. അപ്പൊ പറയും, ചില പെണ്ണുങ്ങൾ പറയും, ഞങ്ങള് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ ജോലി, തുണിയലൊക്കെ, ഇതൊക്കെ വ്യായാമമാണ് എന്നൊക്കെ പറയും. പക്ഷെ അല്ലാതെ തന്നെ ഉള്ള വ്യായാമം, ശരീരത്തിന് വിയർക്കുന്ന രീതിയിൽ ഉള്ള ഒരു വ്യായാമം ചെയ്യണം. നടക്കണം, പറ്റുന്നുണ്ടെങ്കിൽ സൂര്യ നമസ്കാരങ്ങളൊക്കെ ചെയ്യാം, ഗ്രൗണ്ട് എക്സർസൈസ് എടുക്കാം, കുറച്ചു നേരം ഓടാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള വ്യായാമം ചെയ്യണം. പിന്നെ അരിയാഹാരങ്ങളൊക്കെ കുറെ അങ്ങോട്ട് കുറയ്ക്കണം. കുറച്ച് ചോറ് കഴിക്കുക. ഒരു എന്താ പറയണ, വിശപ്പ്, ഒരിത്തിരി വിശപ്പ് ബാക്കി നിർത്തുന്ന രീതിയിൽ ചോറ് കഴിക്കുക. പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കാനായിട്ട് ശ്രമിക്കണം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ന്യൂട്രീഷൻ ഫുഡുകൾ കഴിക്കാം, കൂടാതെ തന്നെ നൂഡിൽസ് ഒക്കെ നമുക്ക് കഴിക്കാം. കടല റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. കൃത്യമായിട്ട് ഉറക്കം കിട്ടണം, കൃത്യമായി ഉറക്കം കിട്ടണം. പിന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കണം, മാനസിക സമ്മർദ്ദം കുറയ്ക്കണം. മനസ്സിലായോ? സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും നോട്ടൊക്കെ എഴുതിയോ? എല്ലാവരും എഴുതി? ഓരോരുത്തരെ വിളിച്ച് ചോദിക്കണോ? യെസ്. ജോർജ് സാർ എഴുതിയിട്ടില്ല. PJ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലാണെന്നുള്ളു. മറ്റേ ജോർജ് PJ എഴുതിയിട്ടില്ല. നമ്മളെ സ്റ്റാർ ജോർജ് PJ, വിനോദ് സാർ എഴുതി. ജോർജ് PJ അതുകൊണ്ട് മിണ്ടണില്ല കേട്ടോ. മൻസി നിഹാർ എഴുതിയിട്ടില്ല. ബീന മാഡം എഴുതിയിട്ടില്ല. ഔസിയ മാഡം എഴുതിയോ? എഴുതിയല്ലേ? ഔസിയ മാഡം എഴുതിയ, ബീന മാഡം എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ജഗദമ്മ മാഡം എഴുതിയോ? എഴുതി. കിരൺ സാർ എഴുതിയോ? കൊച്ചലീമ മാഡം എഴുതിയോ? ചോദ്യം ചോദിക്കും, അപ്പൊ ഉത്തരം പറയണോട്ടാ. യെസ് സർ. അടുത്തത് ആറാമത്തെ പോയിന്റ് ആണ്. വിസറൽ ഫാറ്റ് എഴുതിക്കോ. അടുത്തത് വിസറൽ ഫാറ്റ്. എഴുതിയില്ലേ? ആന്തരിക അവയവങ്ങൾക്ക്, അതായത് ഹൃദയം, കരള്, വൃക്കകള്, മറ്റവയവങ്ങൾക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന വയറിലെ കൊഴുപ്പാണ് ഇത്, വിസറൽ ഫാറ്റ്. ആന്തരിക അവയവങ്ങൾക്ക്, അതായത് ഹൃദയം, കരള്, വൃക്കകള്, മറ്റവയവങ്ങൾക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന വയറിലെ കൊഴുപ്പാണ് ഇത്. ഇപ്പൊ ഹൃദയത്തിലൊക്കെ കൊഴുപ്പ് അടിഞ്ഞുകൂടിയാൽ എന്തായിരിക്കും? കരളിലെ, വൃക്കകളിലൊക്കെ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പാണിത്. ഇത് പുറമേ നിന്ന് കാണാൻ കഴിയില്ല.
ഇത് പുറമേ നിന്ന് കാണാൻ കഴിയില്ല. ഇതാണ് ഏറ്റവും വലിയ അപകടകാരി, വിസറൽ ഫാറ്റ്. ഒരു ശരീരത്തിലെ വിസറൽ ഫാറ്റ് ആണ് ഏറ്റവും വലിയ അപകടകാരി. ആന്തരിക അവയവങ്ങൾക്ക്, അതായത് ഹൃദയം, കരള്, വൃക്കകൾക്ക് ചുറ്റും അടിഞ്ഞു കൂടുന്ന വയറിലെ കൊഴുപ്പാണിത്. ഇത് പുറമേ നിന്ന് കാണാൻ കഴിയില്ല. അത്രയും എഴുതിയല്ലോ അല്ലേ? എഴുതി. അപ്പൊ വിസറൽ ഫാറ്റ് എവിടേക്ക് അടിഞ്ഞുകൂടും? ഹൃദയം, കരൾ, വൃക്കകൾ. അവിടെയൊക്കെ കൊഴുപ്പടിഞ്ഞു കൂടിയാത്ത അവസ്ഥ എന്തായിരിക്കും? ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷാഘാതം എന്ന് വേണ്ട പല അസുഖങ്ങളും വരും. മിതമായാൽ ഹൃദ്രോഗം, ടൈപ്പ് 2, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, പക്ഷാഘാതം, മറ്റസുഖങ്ങളൊക്കെ ഉണ്ടാവാം. ഹാർട്ട് അറ്റാക്ക് വരാനായിട്ടൊക്കെ നല്ല ബീഫൊക്കെ മേടിച്ചിട്ട് ഡെയിലി നമ്മൾ കഴിച്ചാൽ മതി. ആ കൊഴുപ്പ് വിസറൽ ഫാറ്റ് ആയിട്ട് മാറും. വിസറൽ ഫാറ്റ് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തും. ആള് ഒരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോകാനൊക്കെ ഏറ്റവും നല്ലൊരു കാരണമാണ് വിസറൽ ഫാറ്റ് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് വരാനായിട്ടുള്ള കാരണം അതെന്താന്ന് നോക്കാം. വരാനായിട്ടുള്ള കാരണം എന്താന്ന് നോക്കാം. വ്യായാമമില്ലാത്ത ജീവിത ശൈലി വരാൻ കാരണം. വ്യായാമമില്ലാത്ത ജീവിത ശൈലി. ഇനി അടുത്തതാണ്, രണ്ടാമത്തെ പോയിന്റാണ്, സംസ്കരിച്ച ഭക്ഷണങ്ങളും പഞ്ചസാരയും അടങ്ങിയ അമിതമായ ആഹാരം. സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് രഘു സാറേ? സാറേ, ബേക്കറി ഫുഡ്സ്. പിന്നെ വേറെന്തെന്നാ എന്ന് പറഞ്ഞേ? ബ്രെഡ്, ഈ ചിക്കൻ ഫ്രൈ ഒക്കെ ഇല്ലേ? ചിക്കൻ ഫ്രൈ, പിന്നെ കുഴിമന്തിയൊക്കെ പറ്റൂലേ? ഒരുപാട് സാധനമുണ്ട് സാറേ. അപ്പൊ ഇതിലെ എത്ര പേര് കുഴിമന്തി കഴിക്കുന്നവരുണ്ട്? ഒന്ന് പറഞ്ഞോ. മാനസിക സമ്മർദ്ദം. എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കണേ? വരണത് വഴിയിൽ വെച്ച് കാണാന്നേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വരുന്നത് വഴിയിൽ വെച്ച് കാണാന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കണം. നമ്മൾ വെറുതെ അയ്യോ ഇനിയിപ്പോ അയാളത് വന്നാൽ എന്ത് ചെയ്യും, ഞാൻ എന്ത് പറയും, ഇങ്ങനെ എന്ത് ചെയ്യും, ആകെ പ്രശ്നമാവുമല്ലോ, ഇങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കണ്ട. നമ്മൾ വരുന്നത് വഴിയിൽ വെച്ച് കാണുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണോ ആ മതത്തിലെ വേദപുസ്തകങ്ങൾ സന്ധ്യാസമയങ്ങളിലോ അതല്ലെങ്കിൽ അതിരാവിലെയോ ഒക്കെ ഒന്ന് വെറുതെ വായിക്കുക കുറച്ചു നേരം. എന്നിട്ട് ഈശ്വരന്റെ മുമ്പിൽ കുറച്ചു നേരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകള് മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനായിട്ട് സഹായിക്കും. ഓക്കെ. അപ്പൊ ഈ 3 പോയിന്റ്, വ്യായാമമില്ലാത്ത ജീവിതശൈലി, അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഇനി നമുക്കിത് വിസറൽ ഫാറ്റ് എങ്ങനെ കുറയ്ക്കാം, വിസറൽ ഫാറ്റ് എങ്ങനെ കുറയ്ക്കാം, ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. വിസറൽ ഫാറ്റ് എങ്ങനെ കുറയ്ക്കാം? കാർബോഹൈഡ്രേറ്റ്, പഞ്ചസാര എന്നിവ കുറയ്ക്കണം. എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ് അറിയാവുന്നവരുണ്ടെങ്കിൽ? സാറേ, അന്നജത്തിൽ നിന്ന് കിട്ടുന്ന ചോറ് ഉപയോഗം, അതുപോലെ മൈദ. അടുത്ത ആള് പറഞ്ഞോ. ആ ഉഴുന്നോടെയൊക്കെ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഗ്യാസൊക്കെ ഇട്ട് അതങ്ങള് കുറച്ച് 2 ഇഡലിയോ 1 ഇഡലിയോ ഒക്കെ കഴിച്ചാൽ മതി കേട്ടോ. എല്ലാവരും പഞ്ചസാര, ചായയിലൊക്കെ പഞ്ചസാര ഇടുമ്പോൾ
നമ്മുടെ തേയില ഉപയോഗിച്ച് കട്ടൻ ചായ കുടിക്കുമ്പോൾ പഞ്ചസാര ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്, ഒന്ന് കുടിച്ചു നോക്കിയേ. ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല. പക്ഷെ ഓരോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മീറ്റിങ്ങിനൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവർ നല്ല മധുരമുള്ള സ്ക്വാഷും അത് ഇതൊക്കെ എടുത്ത് തരും. കുടിക്കാതെ നിവർത്തിയില്ല, വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ട് അത് കുടിക്കും. അപ്പോൾ പഞ്ചസാര ഒഴിവാക്കണം, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം. പിന്നെ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം? പ്രോട്ടീൻ, നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. നമ്മുടെ റൈസ് ബ്രാൻ ഓയിലൊക്കെ ഒരു സ്പൂൺ എടുത്ത് വെറും വയറ്റിൽ രാവിലെ കഴിച്ചോ, അതിനകത്ത് നാരുകളുണ്ട്, ഫൈബറൊക്കെ ഉണ്ട് അതിനകത്ത് ധാരാളം. പ്രോട്ടീൻ, നമ്മുടെ നൂഡിൽസ് ഭക്ഷണം 3 നേരവും അത് കഴിക്കും. ഇപ്പൊ ഞാൻ അതാ കഴിക്കുന്നത് എൻ്റെ വീട്ടില്. അപ്പൊ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കൊണ്ടുവരിക. ദിവസവും 30 മിനിറ്റ് വ്യായാമം ചെയ്യുക. ദിവസം 30 മിനിറ്റ് വ്യായാമം ചെയ്യണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല കേട്ടാ. ചെയ്യുവോ എല്ലാവരും? ആ, കൃത്യമായ ഉറക്കം, കൃത്യമായിട്ടുള്ള ഉറക്കം. കൃത്യം 10 മണിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കിടന്നുറങ്ങിക്കൊള്ളണം എല്ലാവരും. രാവിലെ 5 മണിക്ക് എല്ലാവരും എഴുന്നേക്കണം. ചില ആൾക്കാർ ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് 4 മണിക്കൊക്കെ എഴുന്നേക്കും. അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗമൊക്കെ കുറയ്ക്കണം. എന്നിട്ട് കൃത്യമായിട്ട് ഉറങ്ങണം കേട്ടോ, ഉറക്കം വേണം. അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് എന്നൊക്കെ പറഞ്ഞ ഈ ഭീകരജീവി നമ്മുടെ ശരീരത്തിൽ കിടന്ന് ഉറഞ്ഞു തുള്ളും. അത് നമ്മളെ കൊണ്ടുപോകാൻ എപ്പോഴും ഒരാള് ഗേറ്റിന്റെ അവിടെ വന്ന് നിൽപ്പുണ്ടെന്ന് എപ്പോഴും ഒരു ഓർമ്മ വേണം കേട്ടോ. അപ്പൊ അവർക്ക് പിടികൊടുക്കാതിരിക്കണമെങ്കിൽ വിസറൽ ഫാറ്റിനെ നിയന്ത്രിച്ച് നിർത്തണം. വിസറൽ ഫാറ്റ് അപകടകാരിയാണ്. അത് ഏറ്റവും കുറഞ്ഞത് 2 വരെ പാടുള്ളൂ. 2-ന് മുകളിൽ 5 വരെയൊക്കെ ആവാം. എന്നാലും ഒരു 7-8 മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് അപകടകാരിയാണ്. അത് നമ്മൾ ബോഡി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ അളവ് കൃത്യമായിട്ട് കാണിക്കും. അപ്പൊ വിസറൽ ഫാറ്റിനെ കുറിച്ച് പഠിച്ചല്ലോ. പിന്നെ വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമുണ്ട്. ഉപവാസം എന്ന് പറയും, ഇടവിട്ടുള്ള ഉപവാസം. എന്താണ് ഇടവിട്ടുള്ള ഉപവാസം എന്ന് പറഞ്ഞു തരാമോ? അറിയാവുന്നവര്? അല്ല, അതിന്റെ മലയാളം പറയാം, ഇംഗ്ലീഷ് പറയല്ലേ, വിശദീകരിച്ചു. സാറേ, ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ആണല്ലോ സാറേ. ഓരോ ജാതിക്കും ഓരോ മതത്തിനും ഓരോ കൺസെപ്റ്റ് ഉണ്ട്. ഓരോ ആചാരങ്ങളുണ്ട്, ഓരോ മതങ്ങളിലുള്ള ആചാരങ്ങൾ. അത് വെച്ച് പറഞ്ഞോ. സാറേ, വ്രതാനുഷ്ഠാനങ്ങള് ഒരു നേരത്തെ രാത്രി ഭക്ഷണം ഒഴിവാക്കുക, പഴങ്ങളും പച്ചക്കറികളും മാത്രം കഴിക്കുക, അങ്ങനെ ഓരോ വ്രതങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. ഓക്കെ, ഇനി അടുത്ത ആൾക്കാർ പറഞ്ഞു. പറഞ്ഞോ. വേവിച്ച ഭക്ഷണം ഒഴിവാക്കുക. വേവിച്ച ഭക്ഷണം ഒഴിവാക്കുക. അവിടുത്തെ ശബരിമല പോയാൽ എല്ലാം ശരിയാവും. 41 ദിവസം വ്രതം എടുത്ത് ശബരിമലയിൽ പോയാൽ എല്ലാം ശരിയാവും. അപ്പൊ അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ സാറേ ഇടയ്ക്കൊക്കെ? ഭക്ഷണം നോൺ വെജ് കഴിക്കില്ല. വ്രതാനുഷ്ഠാനമുണ്ട്, ഈശ്വര വിശ്വാസം ശരിക്കുണ്ട്. ഇതൊക്കെ ഒരു നല്ല. അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്നവര് തീർച്ചയായിട്ടും അവർ നല്ല വ്രതാനുഷ്ഠാനത്തില്, മുസ്ലിം സഹോദരങ്ങള് നല്ല രീതിയിൽ വ്രതാനുഷ്ഠാനം നടത്തുന്നുണ്ട്. എന്നാലേ എല്ലാവരും ആ ആചാരപ്രകാരമൊക്കെ ഇത് നടത്തിക്കോളൂ. ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച തൊട്ട് പിറ്റേ ദിവസം വരെയുള്ള ഭക്ഷണം കഴിക്കരുത്. ഓക്കെ സാർ. രാവിലെ ഒരു 2 ഇഡ്ഡലി കഴിക്കാം, വെള്ളം കുടിക്കാം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കരുത്, ഊണൊന്നും കഴിക്കരുത്, വെള്ളം കുടിക്കുക. വൈകുന്നേരവും ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കുക. പറ്റുമോ? ആഴ്ചയിൽ പറ്റും. ഈ 2 നേരം വയറ് കംപ്ലീറ്റ് അങ്ങോട്ട് ശുദ്ധമാവും. അപ്പൊ ഈ ഫാറ്റ് ആയിരിക്കും കത്തി പോണത്.
നമ്മുടെ ഭക്ഷണത്തിന് പകരം ഈ ഫാറ്റ് കത്തിപ്പോകും. ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം. ഓക്കെ. ഓക്കെ. അത് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. കാരണം രാധിക മാഡത്തിനെ പോലുള്ളവരൊക്കെ ഒരിക്കലും ഉപവാസം എടുക്കില്ല. വെറുതെ പറഞ്ഞാൽ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പം നമ്മള് വിസറൽ ഫാറ്റിനെ കുറിച്ച് പഠിച്ചു. അതിന്റെ ഒരു ചിത്രം എല്ലാവർക്കും പിടികിട്ടിയല്ലോ? യെസ് യെസ് സർ. ബീന മാഡത്തിന് പിടികിട്ടിയില്ല എന്നാണ്. സാറേ മനസ്സിലായി. മനസ്സിലായി. സിനി മാഡത്തിന് മനസ്സിലായോ? സിനി മാഡം പോയി എന്നാണ്. മനസ്സിലായി. ആ, മഞ്ജു മാഡത്തിന് മനസ്സിലായോ? മനസ്സിലായി സാറ്. മനസ്സിലായി. മായൻകുട്ടി സാറ് മനസ്സിലായില്ലേ? റഷീദ് സാറിന് മനസ്സിലായോ? മനസ്സിലായി സാറേ. ആ, ജോണി സാറിന് മനസ്സിലായോ? ഇല്ല. ജോർജ് സാറിന് മനസ്സിലായോ? മനസ്സിലായി. ആ, ദേവിക മാഡത്തിനോ? സ്കെൽറ്റൽ മസിൽ, അതിന്റെ ഇംഗ്ലീഷ് വേണമെങ്കിൽ പറഞ്ഞു തരാം. SKELETAL, സ്കെൽറ്റൽ മസിൽ. എന്താണ് സ്കെൽറ്റൽ മസിൽ? എന്താണ് സ്കെൽറ്റൽ മസിൽ? അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുമായി ബന്ധിപ്പിച്ച് ശരീരത്തിൽ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന പേശികളെയാണ് സ്കെൽറ്റൽ മസിൽ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുമായി ബന്ധിപ്പിച്ച് ശരീരത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന പേശികളെയാണ് സ്കെൽറ്റൽ മസിൽ എന്ന് പറയുന്നത്. എഴുതിയോ? എഴുതി. സാറേ ഒന്നും കൂടി പറയാവോ? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുമായി ബന്ധിപ്പിച്ച് ശരീരത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന പേശികളെയാണ് സ്കെൽറ്റൽ മസിൽ എന്ന് പറയുന്നത്. അഥവാ അസ്ഥികൂട പേശികൾ എന്ന് വിളിക്കും. അഥവാ അസ്ഥികൂട പേശികൾ എന്ന് വിളിക്കും. എഴുതിയോ? അവിടം വരെ എഴുതിയോ? എഴുതി. അടുത്ത പറഞ്ഞോട്ടെ. യെസ്. ഇവ പൂർണ്ണമായും നമ്മുടെ സ്വന്തം നിയന്ത്രണത്തിൽ ഉള്ളവയാണ്. ഇവ പൂർണ്ണമായും നമ്മുടെ സ്വന്തം നിയന്ത്രണത്തിൽ ഉള്ളവയാണ്. ഈ പേശികൾ കേട്ടോ. ഉദാഹരണം, നടക്കുമ്പോഴോ ഓടുമ്പോഴോ കൈകൾ ചലിക്കുമ്പോഴോ ഉള്ള പേശികളുടെ പ്രവർത്തനമാണിത് കേട്ടാ. നടക്കുമ്പോഴും ഓടുമ്പോഴും കൈകൾ ചലിപ്പിക്കുമ്പോഴും ഉള്ള പേശികളുടെ പ്രവർത്തനം ആണിത്. ഇനി അടുത്തത്, അതായത് ടെൻഡോണുകൾ എന്നറിയപ്പെടുന്ന ദൃഢമായ കോശങ്ങൾ വഴിയാണ് ഇവ അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ടെൻഡോണുകൾ എന്നറിയപ്പെടുന്ന ദൃഢമായ കോശങ്ങൾ വഴിയാണ് ഇവ അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്.
അപ്പൊ ഈ സ്കെൽട്ടൽ മസില് ഒരു പുരുഷനിൽ വേണ്ടത് 45% വേണം കേട്ടാ. പുരുഷന്മാരില് സ്കെൽട്ടൽ മസിൽ വേണ്ടത് 45%. അത് എഴുതി വെച്ചോ നിങ്ങൾ. അതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ക്ഷീണവും ഒരു ഒന്ന് നടക്കാൻ പോലും തോന്നുന്നില്ല, എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള ഇത് വരും. അപ്പൊ 45% പുരുഷന്മാർക്ക് പേശിബലം വേണം. സ്ത്രീകൾക്ക് 36% വേണം. സ്ത്രീകൾക്ക് 36% പേശി ബലം വേണം കേട്ടാ. അതിൽ കുറയാൻ പാടില്ല. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടാ. അത്രയും പിടികിട്ടിയല്ലോ. യെസ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി ക്ലാസ് നാളെയാണ്.